നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുണ്ടായത് വലിയ തോൽവിയാണ്. തെരഞ്ഞെടുപ്പ് ഫലത്തിൽ ഏറ്റവും ആശങ്കയുള്ളത് ബി.ജെ.പിക്ക് 3 സീറ്റ് കിട്ടി എന്നുള്ളതാണ്. ബി.ജെ.പി അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമോ ഇല്ലയോ എന്നാണ് സാധാരണഗതിയിൽ നമ്മൾ അന്വേഷിക്കാറുള്ളതെങ്കിൽ 3 സീറ്റിന്റെ ബ്ലോക്ക് നിയമസഭയിൽ ബി.ജെ.പിക്ക് ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും ശ്രദ്ധേയമായ നിർണായകമായ കാര്യം. ഒന്ന്, ത്രികോണ മത്സരത്തിൽ ബി.ജെ.പി ജയിച്ചെടുത്ത് UDF സാന്നിധ്യമാണ് LDF-നെ തോൽപ്പിച്ചത്. 2, ബി.ജെ.പിക്കെതിരെ UDF ജയിച്ച മണ്ഡലങ്ങളിൽ LDF വോട്ടുകളാണ് ബി.ജെ.പിയെ തടഞ്ഞത്. ഇനി 2011 ബംഗാളിലേക്ക് പോകാം. ഇടതുപക്ഷത്തിനെതിരെ എല്ലാ ശക്തികളെയും കൂട്ടിയോജിപ്പിച്ചാണ് മമത അന്ന് ജയിച്ചത്. RSS മമതയെ വിശേഷിപ്പിച്ചത് ദുർഗ എന്നായിരുന്നു. അന്ന് ബി.ജെ.പിക്ക് അവിടെ സീറ്റൊന്നും ഉണ്ടായിരുന്നില്ല. ബി.ജെ.പി എന്ന പഴയ സഖ്യകക്ഷിയെ ബംഗാളിലേക്ക് കൊണ്ടുവന്നാൽ 30% വരുന്ന ന്യൂനപക്ഷ വിഭാഗങ്ങളെ ഒപ്പം നിർത്തി എന്നും എപ്പോഴും തനിക്ക് ജയിക്കാം എന്ന് മമത കരുതി. ധ്രുവീകരണ രാഷ്ട്രീയത്തിൽ ആകൃഷ്ടരായി ബി.ജെ.പിയും തൃണമൂലും ചേർന്ന് ഇടതുപക്ഷത്തെ തല്ലിയൊതുക്കി. ഇപ്പൊ മമതയെ സംബന്ധിച്ചിടത്തോളം ഭസ്മാസുരന് വരം കൊടുത്തതുപോലെയായി. വാളെടുത്തവൻ വാളാൽ. അതിരിക്കട്ടെ, കേരളത്തെ ആ നിലയിലേക്ക് ഒരുക്കിയെടുക്കാൻ മമതയുടെ സ്വഭാവമുള്ള കേരളത്തിലെ നേതാക്കൾ ശ്രമിക്കും. കരുതലോടെ ഇരിക്കണം നമ്മൾ. നമുക്ക് മുഖ്യമന്ത്രിക്ക് വേണ്ടിയുള്ള യുദ്ധമല്ല കോൺഗ്രസിൽ നടക്കാൻ പോകുന്നത്. KC വേണുഗോപാൽ മുഖ്യമന്ത്രിയാകുമെന്നാണ് ഞാൻ കരുതുന്നത്. കോൺഗ്രസിൽ അതേ നടക്കും. മന്ത്രിമാരാകാൻ ആഗ്രഹിക്കുന്നവരുടെ യുദ്ധമാണ് കോൺഗ്രസ് ഇനി കാണാൻ പോകുന്നത്. കോൺഗ്രസിലും ഘടകകക്ഷികളിലും മന്ത്രിമാരാകാൻ അർഹതയുണ്ടെന്ന് കരുതുന്നവർ ഇനി പാളയത്തിൽ പട നടത്താൻ പോവുകയാണ്. അതുണ്ടാക്കാൻ പോകുന്ന സങ്കീർണമായിട്ടുള്ള രാഷ്ട്രീയാവസ്ഥയെ എങ്ങനെയാണ് മുന്നണി നേരിടുക? ഈ നില ബി.ജെ.പി ഉപയോഗപ്പെടുത്തും. അസ്വാരസ്യമുള്ള കോൺഗ്രസ് MLA-മാർ ബി.ജെ.പി ബ്ലോക്കിനൊപ്പം അലിഞ്ഞു ചേരുകയും ഭാവിയിൽ അവരുടെ സ്ഥാനാർത്ഥിയായി മാറുകയും ചെയ്യുന്ന രീതി നമുക്ക് തള്ളിക്കളയാനാകും. ബി.ജെ.പി അവരുടെ സമീപകാല ചരിത്രത്തിലെ ഏറ്റവും കുറഞ്ഞ വോട്ടാണ് രേഖപ്പെടുത്തിയത്, 11.43%. അങ്ങനെയുള്ള ബി.ജെ.പിക്ക് എങ്ങനെയാണ് 3 സീറ്റുകൾ നേടാനായിട്ടുള്ളത്? തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പൊളിഞ്ഞു പാളീസായ 2020-യെ മുന്നണിയിലേക്ക് കൊണ്ടുവന്ന് ബി.ജെ.പി എന്തിനാണ് അവരുടെ ശക്തിദുർഗങ്ങളായ സീറ്റുകൾ കൈമാറിയത്? 2020-ക്ക് BDJS-ന് 41 സീറ്റുകളാണ് ബി.ജെ.പി നൽകിയത്. അവരുടെ ശക്തി കേന്ദ്രങ്ങൾ സാധാരണഗതിയിൽ ബി.ജെ.പി കൈമാറാറുണ്ടോ? ഇത്തവണ കൈമാറിയത് ആരെ സഹായിക്കാനാണ്? CPM BJP ഡീൽ എന്ന് പറഞ്ഞുകൊണ്ട് യഥാർത്ഥത്തിൽ കോൺഗ്രസ് പച്ചയ്ക്ക് ബി.ജെ.പിയുമായി കച്ചവടം നടത്തുകയായിരുന്നില്ലേ? ഇടതുപക്ഷത്തെ കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ നിന്ന് ഇല്ലാതാക്കാനാണ് ഇനി വലതുപക്ഷ മാധ്യമങ്ങൾ ശ്രമിക്കുക. നമ്മൾ ഓരോരുത്തരും സ്വയം ബ്രോഡ്കാസ്റ്റർമാരായി മാറണം. സംഘടനാ പ്രവർത്തനവും പാർലമെന്ററി പ്രവർത്തനവും സാമൂഹ്യ മാധ്യമ പ്രവർത്തനവും ഒന്നിച്ചു കൊണ്ടുപോയാൽ കൊടുങ്കാറ്റ് പോലെ നമുക്ക് തിരിച്ചു വരാനാണ്.